ഹായ്, എല്ലാവർക്കും ബിജി നമ്പർ വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത് ബസ് റിവ്യൂ ആണ്. അശോക ലാൻഡ് വൈക്കിംഗ് ചേസിൽ കരൂർ ടൈഗർ കോച്ച് പണി കഴിപ്പിച്ചിറങ്ങിയിട്ടുള്ള PKB അഥവാ പൂവക്കാടൻ ഗ്രൂപ്പ്സിൻ്റെ 2 പുതിയ ബസ്സുകളാണ് നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത്. ഇരട്ടകളാണ് പൂവക്കാടൻ ടൈഗർ കോച്ചിൽ നിന്ന് പണി കഴിപ്പിച്ചിറങ്ങിയിട്ടുള്ളത്. അപ്പോൾ നമ്മളിന്ന് റിവ്യൂ എടുത്തിരിക്കുന്ന ബസ് നമ്മളിതിനു മുന്നേ ആദ്യമായിട്ട് റിവ്യൂ എടുത്ത സാറ്റ് ബിൽഡ് PKBയുടെ പെർമിറ്റിലാണ് ഇപ്പോൾ ഈ വണ്ടി ഓടുന്നത്, എടത്തനാട്ടുകര കോഴിക്കോട്. അപ്പോൾ ആദ്യം നമുക്ക് ബസ് ഫുള്ളായിട്ടൊന്ന് പരിചയപ്പെടാം. അതിനുശേഷം നമുക്ക് ഒരു യാത്രയിൽ കൂടെ കിടക്കാം. ഇതാണ് PKBയുടെ പുതിയ ഇരട്ടകളിൽ ഒരുവൻ. നമ്മൾ വീഡിയോ എടുക്കാൻ പോകുന്നത് ഇതിൻ്റെ പുറകിൽ വരുന്ന രണ്ടാമത്തെ പുതിയ ബസ്സാണ്. 2 ബസ്സുകളും ഒറ്റ നോട്ടത്തിൽ ഒരേപോലെ തോന്നുമെങ്കിലും ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ 2 ബസ്സിനും ഫ്രണ്ട് കൗളിലും ബാക്ക് കൗളിലും ലുക്കിലൊക്കെ കൊടുത്തിട്ടുണ്ട് PKB. ഇത് കാളികാവ് കോഴിക്കോട് ഹഫ്സഫ് പെർമിറ്റിൽ ഓടുന്ന പൂവക്കാടൻ്റെ ബസ്സാണ്. ഈ പെർമിറ്റിലേക്ക് ഒരു പുതിയ ബസ് വരുന്നുണ്ട്. ഇപ്പോൾ ആ ബസ് എടത്തനാട്ടുകര കോഴിക്കോട് ടെമ്പററി ആയിട്ട് ഓടുകയാണ്. അപ്പോൾ ആദ്യം നമുക്ക് വൈക്കിങ്ങിൻ്റെ സ്പെസിഫിക്കേഷൻസ് നോക്കാം. 6 സിലിണ്ടർ എഞ്ചിനാണ്. പവർ 200 HP അറ്റ് 2400 RPM വരുന്നുണ്ട്. ടോർക്ക് 700 Nm അറ്റ് 1200 to 1900 RPM ആണ്. 5660 cc ആണ് ഇതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് വരുന്നത്. 239 ലിറ്റർ ഡീസലും 24 ലിറ്റർ ആഡ് ബ്ലൂ ആണ് നമുക്ക് വണ്ടിക്ക് യൂസ് ചെയ്യേണ്ടി വരിക. അപ്പോൾ വണ്ടിൻ്റെ ഫ്രണ്ട് കൗൾ ലുക്കിലേക്ക് നോക്കിയാൽ ഒരു കെപ്പല്ലയുടെ ഒരു ചെറിയ ഒരു സാദൃശ്യമുള്ള ഒരു കൗളാണ് വണ്ടിക്ക് വെച്ചിട്ടുള്ളത്. ലിപ്പ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. വണ്ടിയുടെ നമ്പർ KL 71L6616 എന്നുള്ളതാണ്. അതുപോലെ ഇനി ഇതിൻ്റെ ഗ്ലാസ് പോർഷനിലേക്ക് നോക്കുകയാണെങ്കിൽ LED ഡിസ്പ്ലേ ബോർഡ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇത്തവണ PKB എന്നുള്ള പേര് മാറ്റിയിട്ട് പൂവക്കാടൻസ് എന്നുള്ള പേരിലാണ് വണ്ടികളൊക്കെ ഇറങ്ങിയിട്ടുള്ളത്. എല്ലാ വണ്ടികളിലും ഇപ്പം പൂവക്കാടൻസ് എന്നുള്ള പേര് വന്നിട്ടുണ്ട്. ഒരു വീട്ടുപേര് തന്നെയാണ് ഇപ്പം ബസ്സിനായിട്ട് കൊടുത്തിട്ടുള്ളത്. മനോഹരമായ കൊമ്പുകൾ കാണാം. ഇതാണ് ഇതിൻ്റെ ഒരു ഓവറോൾ ഫ്രണ്ട് ലുക്ക് വരുന്നത്. സൈഡ് ലുക്ക് നോക്കിയാൽ അവിടെ ഒരു ചെറിയൊരു കോട്ട ഗ്ലാസ് കൊടുത്തിട്ടുണ്ട്, സ്ലൈഡിങ്. അതുപോലെ റെഡിലുള്ള വീൽ കപ്സ്. ഇവിടെ ആയിട്ട് PKBയുടെ ഒരു വലിയൊരു ലോഗോ സെറ്റ് ചെയ്തിട്ടുണ്ട്, PKB എന്നുള്ളത്. അതുപോലെ പൂവക്കാടൻ എന്നുള്ള പേര് ഒരു ക്രോം സ്റ്റിക്കറിലാണ് ചെയ്തിട്ടുള്ളത്. നല്ലൊരു മനോഹരമായ ഫോണിൽ ചെയ്തിട്ടുണ്ട്. എമർജൻസി എക്സിറ്റ് വിൻഡോ മുകളിൽ കാണാം. ബാക്കിലെ വീൽ കപ്പ് നോക്കുകയാണെങ്കിൽ നല്ലൊരു ഫ്ലവർ ടൈപ്പ് റെഡിഷ് വീൽ കപ്പാണ് കൊടുത്തിട്ടുള്ളത്. ടയർ സൈസ് വരുന്നത് 295/80 22.5 സൈസിലുള്ള അപ്പോളോയുടെ എൻഡുറാസിൻ്റെ ടയേഴ്സാണ് വെച്ചിട്ടുള്ളത്. ഇവിടെ അതിൻ്റെ എമർജൻസി എക്സിറ്റ് ഡോറ് വരുന്നുണ്ട്. ഡോർ പോർഷനിൽ ക്രോമിൻ്റെ പ്ലേറ്റ് സൈഡിലായിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇവിടെയും ഫ്ലവർ ടൈപ്പ് വീൽ കപ്സ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഇതിൻ്റെ ലഗേജ് കമ്പാർട്ട്മെൻറ്റും അതുപോലെ ബാറ്ററി ബോക്സിൻ്റെ ഓപ്പണിംഗ് ഒരു അത്യാവശ്യം ഹൈറ്റിലാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ബീഡിങ് വരുന്നതിൻ്റെ വരെ ഇതിൻ്റെ ഒരു ഓപ്പണിംഗ് കൊടുത്തിരിക്കുന്നത് കാണാം. അതുപോലെ വൈക്കിംഗ് ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു ഓവർ ഹാങ് ഉണ്ടല്ലേ, ടയേഴ്സ് ഇവിടെ നിൽക്കുന്നെങ്കിലും ബസ്സിൻ്റെ ഫ്രണ്ട് നിൽക്കുന്നത് ഈ ഒരു പോർഷനിലാണ്. അപ്പോൾ ഈ ഒരു പോർഷനിൽ ഫ്രണ്ടിലേക്ക് കയറിക്കുന്ന വണ്ടി ആ അറ്റം വരെ നോക്കി നമുക്ക് കാണാൻ പറ്റില്ല. ഇനി ബാക്ക് ലുക്കിലേക്ക് നോക്കിയാൽ പൂവക്കാടൻ്റെ പേര് ഇവിടെ കൊടുത്തിരിക്കുന്നതാണ്. കാളികാവ് കോഴിക്കോട് മഞ്ചേരി തിരുവാലി വണ്ടൂർ എന്നുള്ള റൂട്ട് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇവിടെയും ഒരു ഡിസ്പ്ലേ, ഇവിടെ ഒരു ഡിജിറ്റൽ ഡിസ്പ്ലേ ബോർഡ് വന്നിട്ടുണ്ട്. അതുപോലെ ഇതിൻ്റെ ലൈറ്റ് പോർഷൻസൊക്കെ കൊടുത്തിരിക്കുന്നത് പ്രത്യേക തരത്തിലാണ് കൊടുത്തിട്ടുള്ളത്. ഈ ലൈറ്റ് പോർഷൻസിൻ്റെ ഒരു കണ്ടിന്യൂഷനായിട്ട് ഇങ്ങനെ മുകളിലേക്ക് പോകുന്ന രീതിയിലാണ് 2 സൈഡിലും കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഇത് മാൻകോയുടെ വണ്ടി കിടപ്പുണ്ട്. ഇത് DVN കോച്ചിൽ നിന്ന് ബിൽഡ് ചെയ്ത വണ്ടിയാണ്. ഇതിനും ആ ഒരു ഡിസൈനിൽ തന്നെയാണ് ഇതിൻ്റെ ബാക്ക് കൊടുത്തിരിക്കുന്നത്. ആ ലൈറ്റ് പോർഷൻസ് കൊടുത്തിരിക്കുന്നത് ഒരു കണ്ടിന്യൂറ്റി വരുന്ന രീതിയിലാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ഓവറോൾ ബാക്ക് ലുക്ക് വരുന്നത്. നമുക്ക് ക്യാമിൻ ലുക്കിലേക്ക് നോക്കിയാൽ ലേലൻഡിൻ്റെ നല്ല കിഡ്കാച്ചി സ്റ്റിയറിംഗ് വീല് കാണാം. ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ ലുക്കിലേക്ക് നോക്കിയാൽ വണ്ടി 3221 കിലോമീറ്റേഴ്സ് ഓടിയിട്ടുണ്ട് ഇതുവരെ.
ഇത്രയൊരു പോർഷൻ ഒരു ഗ്രേ ഗ്ലോസി ഗ്രേയിലാണ് ഇത്രയൊരു പോർഷൻ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ, അതുപോലെ ആ ലൈറ്റുകളുടെ സ്വിച്ചുകൾ, ഇവിടെ പവർ സ്വിച്ച് കാര്യങ്ങളൊക്കെ ഇത്രയൊരു പോർഷനിൽ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇവിടെ ആയിട്ട് ചാർജിങ് സോക്കറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. 2 പ്ലഗ് പോയിൻറ്റ്സ് വെച്ചിട്ട് USB പോർട്ടും അടക്കമുള്ളൊരു സോക്കറ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഇതിൻ്റെ ഗിയർ ലിവർ വരുന്നുണ്ട്. ബോണറ്റ് ഏരിയ കുഷൻ അടിച്ച് മനോഹരമാക്കി സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഡാഷ്ബോർഡിലേക്ക് ഒരു ACP വർക്ക് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഒരു മിറർ കൊടുത്തിട്ടുണ്ട്. ഇവിടെ സ്ലൈഡിങ് ക്യാബിൻ കാണാം. ഡ്രൈവർക്കുള്ള ഫാന് കറക്റ്റ് മുകളിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. സ്വിച്ച് ബോർഡ് കാര്യങ്ങൾ ഇവിടെ വരുന്നുണ്ട്. ഇവിടെ എല്ലാം ക്രോമിൻ്റെ പ്ലേറ്റ്സാണ് ഈ സൈഡ് ഫുള്ള് ചെയ്തിട്ടുള്ളത്. ഇതാണ് ഡ്രൈവർ ക്യാബിൻ ഏരിയ. സീറ്റ്സൊക്കെ നല്ലൊരു കുഷനൊക്കെ ഇട്ട് മനോഹരമാക്കിയിട്ടുള്ള സീറ്റുകളാണ്. ബാക്കിലായിട്ട് ഫയർ എക്സ്റ്റിംഗ്വിഷർ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് എയ്ഡ് ബോക്സ് കാര്യങ്ങളൊക്കെ മുകളിൽ വരുന്നുണ്ട്. ഫ്രണ്ടിലായിട്ടൊരു എയർ വെന്റിലേഷൻ വരുന്നുണ്ട്. ഇവിടെ ഒരു ഫാൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ സൈഡ് സീറ്റ് കൊടുത്തിട്ടുണ്ട്. ബമ്പർ പോർഷൻ, ബോണറ്റ് പോർഷൻ ഫുള്ള് കുഷനിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ടൈഗറിൻ്റെ ഒരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട് അവിടെ. അതിലിവിടെ ഡ്രൈവർ ക്യാബിനിൽ പൂവക്കാടൻ്റെ ഒരു പേരും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ക്വാർട്ടർ ഗ്ലാസ്സിൽ ഫുള്ളായിട്ട് കർട്ടൻ കൊടുത്തിട്ടുണ്ട്. സ്റ്റീലിൻ്റെ ബെർത്ത് കാര്യങ്ങൾ വരുന്നുണ്ട്. CCTV ക്യാമറ ഫുള്ളായിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ സ്ട്രിപ്പ് ലൈറ്റ്സ് ഈ ഒരു പോർഷനിലൂടെ കൊടുത്തിട്ടുണ്ട്. ആ സൈഡ് പോർഷൻ അവിടെ തൊട്ട് താഴെ വരെ ഫുള്ള് ക്രോം പ്ലേറ്റ്സാണ് ചെയ്തിട്ടുള്ളത്. ഇങ്ങോട്ട് 2 ടൈപ്പ് ACP വർക്ക് ചെയ്ത് ഭംഗിയാക്കിയിട്ടുണ്ട്. ഇവിടെ ഒരു ചെറിയൊരു സെപ്പറേഷൻ കൊടുത്തിട്ട് ഗ്ലാസ് ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. വണ്ടിയുടെ സീറ്റിംഗ് കപ്പാസിറ്റി എന്ന് പറയുന്നത് 49 സീറ്റിൻ്റെ ലുക്കിലേക്ക് നോക്കിയാൽ അടിപൊളി ബാക്ക് സപ്പോർട്ടുള്ള സീറ്റാണ്. ഹാൻഡ് റെസ്റ്റുകൾ എല്ലാ സീറ്റുകളിലും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല ലെഗ് സ്പേസ് വരുന്നുണ്ട്. ബാക്കിലായിട്ട് ക്രോം പ്ലേറ്റ്സും അതുപോലെ ഹാൻഡിൽ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് PKBയുടെ ക്രൂവിനെ കൂടെ പരിചയപ്പെടാം. ഇത് നമ്മുടെ ഡ്രൈവർ ഇക്ക പേര് അബ്ദുള്ള. വീട് എവിടെ? എടത്തനാട്ടിൽ തന്നെയാണല്ലേ. നമ്മുടെ PKBയിൽ എത്രയായിട്ട് ഉണ്ട്? കൊറോണ ശേഷം ഒരു 4 വർഷത്തിൻ്റെ അടുത്തായി. ഓക്കെ. മൊത്തത്തിൽ ബസ് മേഖലയിൽ എത്ര വർഷമായി? ബസ് മേഖലയിൽ ഇപ്പോൾ ഞാൻ 86 ലൈസൻസ് എടുത്താ. ഒരു 38 വർഷമായിട്ടുണ്ടോ? ഓക്കെ. 86 എന്ന് പറയുമ്പോൾ ഞാൻ ജനിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ ഓക്കെ. ഇനി കണ്ടക്ടർ പേര്? ഷാജി. ഓക്കെ. വീട്? എടത്തനാട്ടിലാണല്ലേ. ഓക്കെ. നമ്മൾ ഇതിനു മുമ്പ് നമ്മൾ ഫസ്റ്റ് റിവ്യൂ എടുത്ത PKBയിൽ നമ്മൾ ഷാജിക്കുണ്ടായി, നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ PKBയിൽ എത്രയായപ്പോൾ? 5 വർഷമായില്ലേ? ഓക്കെ.
ഓക്കെ. അപ്പം എല്ലാവർക്കും നമ്മുടെ PKBയുടെ പുതിയ ടൈഗർ നിർമ്മിത ബസ്സുകൾ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അതുപോലെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് പേജുകളൊന്നും ഫോളോ ചെയ്യുക. അപ്പോൾ ഇതുപോലെ പുതിയ ബസ്സുകളുമായിട്ട് നമുക്ക് ഇനിയും കാണാം. അതുവരേക്കും ബൈ ഫ്രം ബിജു നിലമ്പൂർ.